എന്നെ മനസ്സിലാക്കാനില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജയകൃഷ്ണ. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശരത്ചന്ദ്ര ബാബുവിന്റെ പി ആണ്. ഓ, നമസ്കാരം. 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 ഇതെന്റെ ഭാര്യ ആശ. ആ, വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. അമ്മയുടെ ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വന്നത്. അമ്മ കിടക്കുക. ഇന്നലെ പെട്ടെന്നൊരു തലകറക്കം ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ റെസ്റ്റ് എടുക്കുക. അമ്മയ്ക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല സർ. പക്ഷേ നമ്മുടെ കാര്യം കുഴപ്പമില്ല ആശേ. എന്താ സർ പ്രശ്നം? ഞങ്ങളുടെ മകളുടെ വിവാഹം വരുന്ന 10-ാം തീയതി. ആചാരം അനുസരിച്ച് വിവാഹ സാരി ഇവിടുന്ന് തന്നെ മ്യൂറൽ പെയിന്റ് ചെയ്ത് തരണം. അതിന്റെ ഓർഡർ തരാനാണ് ഞങ്ങൾ വന്നത്. മംഗല്യപ്പെട്ട് ചെമ്പകമംഗലത്തിൽ നിന്ന് വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. അയ്യോ, ഈ അവസ്ഥയില് മംഗല്യപ്പട്ടിന്റെ ഓർഡർ എടുക്കാൻ ബുദ്ധിമുട്ടാണ് സർ. അതൊരു വലിയ നിരാശയല്ലോ മാഡം. ഇവിടുന്ന് പെയിന്റ് ചെയ്ത് തരുന്ന മംഗല്യ സാരി കൊടുത്താൽ പെൺകുട്ടി ദീർഘസുമംഗലിയായി വാഴുമെന്ന് ഉറപ്പാണ്. കാര്യം ശരി തന്നെയാ. പക്ഷേ തൽക്കാല പരിതസ്ഥിതിയിൽ ഞങ്ങൾക്കിത് ചെയ്തു തരാൻ പറ്റില്ല. വിവാഹ സാരിയുടെ ഓർഡർ സ്വീകരിച്ചാൽ കൃത്യസമയത്ത് തന്നെ സാരി തരണ്ടേ? കൃത്യസമയത്ത് തന്നെ സാരി കൊടുക്കും. എന്താ, നിനക്ക് സംശയമുണ്ടോ? അമ്മേ നമസ്കാരം. നമസ്കാരം. ഞാൻ അതും അറിയാം. മന്ത്രി ശരത്ചന്ദ്ര ബാബുവിന്റെ പി എ അല്ലേ? അതെ. കല്യാണം എന്നാ? ഈ 10-ാം തീയതി. ദിവസങ്ങളില്ല, എങ്കിലും ധൈര്യമായിട്ട് പൊത്തോളൂ. സാരി ഞാൻ പെയിന്റ് ചെയ്ത് തന്നോളാം. ഒത്തിരി സന്തോഷം. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ഓ ശരി. എന്താ അമ്മ ഇത്? സുഖമില്ലാത്ത സമയത്ത് എങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഈ പറയുന്നത്? എനിക്ക് സുഖമില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇതൊരു സർഗക്രിയയാണ്. ഈ വരദാനം എന്റെ ദേവി എനിക്ക് നൽകിയതാ.